ഹലോ. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ ജിമ്മിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത് ജിമ്മിൽ നിന്നാണ്. അങ്ങനെ ദേ ഏട്ടനാണെങ്കിൽ ഇന്ന് വന്നിട്ടില്ല ജിമ്മിലേക്ക്. ഏട്ടൻ നൈറ്റ് ഡ്യൂട്ടി ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാട്ടോ വന്നിരിക്കണേ. അപ്പൊ ലിഫ്റ്റിൽ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവരോടായിട്ട് ഞാൻ വർത്താനം പറഞ്ഞത്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പൊന്നൂസിനാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം മുടി മെടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചിക്കൻ കറിയിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ അതൊക്കെ വേഗം കഴിച്ച് ഞാൻ വേഗം കുളിച്ച് അപ്പൂസിനെ സ്കൂളിലേക്ക് ആക്കണം. ഒപ്പം തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പോസ്റ്റ് ഓഫീസിലൊക്കെ ഒന്ന് കയറാനുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോ ഏട്ടനെ ഞാൻ കണ്ടുമുട്ടിയിട്ട് ആ സ്റ്റാൻഡിൽ ഞാൻ അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അപ്പൊ ഏട്ടനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഫലൂദ മേടിച്ചാൽ അല്ലെങ്കിൽ ഷേക്ക് ഇങ്ങനെ മേടിച്ചാൽ പറഞ്ഞിട്ട് ഒരു ഷേക്ക് വാങ്ങിച്ചു തന്നിട്ട് ബട്ടർ സ്കോച്ചിന്റെ. അപ്പൊ ഏട്ടന് ഞാനും കൂടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കട്ടെ. അങ്ങനെ ഇറങ്ങണ നേരത്ത് എന്റെ ഫ്രണ്ടിനോടെ കണ്ടുവിട്ടു. അപ്പൊ എനിക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മാത്യൂസിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും അവിടെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവളും കൂടി അവിടെ കയറി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കേണ്ട പർച്ചേസ് ചെയ്യണം. കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈസും സംഭവങ്ങളായിട്ട് ഞാൻ മേടിക്കാൻ കയറിയത്. അപ്പോൾ അങ്ങനത്തൊക്കെ മേടിച്ച് ഞങ്ങൾ കൂടൽമണിക്ക് അമ്പലത്തിലേക്ക് പോയിട്ടാ. പക്ഷെ അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടല്ലോ അതൊക്കെ നോക്കി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടു. അപ്പൊ ഞാനും അവളങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ ചുറ്റുകളുണ്ടല്ലോ അത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതേ, ഞാൻ പണ്ട് ഈ ചുറ്റുവളകൾ കുറെ കൈമിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. പല കളറുകള് പല ഡ്രസ്സിന്റെ മാച്ച് ആയിട്ടുള്ളത്. പക്ഷെ പെട്ടെന്ന് പൊട്ടി പോകും. പക്ഷെ നല്ല രസമായിട്ട് അത് കാണാൻ വേണ്ടിട്ട്. ഇപ്പൊക്കെ കുട്ടികൾ അങ്ങനത്തെ ഇടാൻ കുറവാണ്. പക്ഷെ ഞാനൊക്കെ അത് കുറെ ഇട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഇരിഞ്ഞാലക്കുട കൽപ്പക ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് കൽപ്പകയിലേക്ക് എത്തിയപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടുവിട്ടു. അപ്പൊ അവളോടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ കൽപ്പകയിലേക്ക് കയറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അവിടെ കയറിയിട്ട് നമ്മൾ റണ്ണിങ് മെറ്റീരിയലാണ് നോക്കിയത്. അപ്പൊ അതെടുത്തു. അത്യാവശ്യം നല്ല സെലക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞതേ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണം. അപ്പൂസിനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വേണം പോണെങ്കിൽ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന് മേലൊക്കെ ഇട്ടത് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.